അപ്പോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ AX7Lന്റെ വീഡിയോ ആട്ടോ ഇന്നത്തെ നമ്മുടെ പരിപാടി. ഇതേ പോണെയാണ് സാധനം. വണ്ടി സർവീസ് സെൻറ്ററിലേക്ക് സർവീസ് സെൻറ്ററിൽ നിന്ന് വാഷൊക്കെ കഴിഞ്ഞിട്ട് പോണേ ഉള്ളൂ കേട്ടോ. നമ്മൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വയലാട്ടിലാണ് കേട്ടോ ഉള്ളത്. മൂവാറ്റുപുഴ വയലാട്ടിൽ നമ്മുടെ വണ്ടി ഇതാണ് ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ റോക്സുമായിട്ട് പുറകെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സാധനം ഓട്ടോമാറ്റിക് കേട്ടോ. നമുക്ക് കത്തിക്കറിയതുണ്ടോ? ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണം ഇതാണ്. അപ്പോൾ നമ്മൾ ശാന്തമായി ഒഴുകുന്ന മൂവാറ്റുപുഴയാറിൻ്റെ തീരത്താട്ടമുള്ളത്. ഇപ്പോൾ ഏത് വഴിയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത് ഒരു നസീറിൻ്റെ പണി തീരാത്ത വീട് പോലെ പണി തീരാത്തൊരു വഴിയിലെ പണി തീർന്നൊരു പാലമുണ്ട്, അവിടെ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ കാലിയാണെങ്കിൽ അവിടെ പോയി നോക്കാം, നല്ല ആംബിയൻസും ഉണ്ടായിരിക്കും, കാണാൻ നല്ല സ്ഥലമായിരിക്കും. എന്തായാലും ഈ പണി തീർന്ന പാലത്തിൻ്റെ മുകളിലിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വെള്ളയും കറുമ്പുമായ രണ്ട് താറുകൾ ഇവിടെ കിടപ്പുണ്ട്. ഒന്ന് നമ്മുടെ MX1 ആണ്, മറ്റേതാണ് AX7 ലക്ഷറി വേരിയൻറ്റ് കേട്ടോ. അപ്പോൾ 2 ദിവസം നല്ല വെയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ കരുതി നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും എന്ന് ഓർത്ത് വന്നത്. പക്ഷേ മൊത്തം ഒരു ക്ലൗഡിയാണ് കേട്ടോ. ആകെ ഒരു കർമേഘം നിറഞ്ഞ അന്തരീക്ഷമാണ്. സൺലൈറ്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്ലാരിറ്റി ഒന്നും കിട്ടിയില്ല വീഡിയോയിലോട്ട്. മൊബൈലിലാണല്ലോ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ നേരെ തിരിഞ്ഞായിരുന്നു ഇന്ന്, മറ്റേ ഡയറക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി കിട്ടിയാണ് വീഡിയോയ്ക്ക്, നല്ലൊരു ക്ലാരിറ്റി കിട്ടിയാണ്. ഞാൻ തിരിച്ചിങ്ങോട്ടായി ഇപ്പോൾ നമ്മുടെ ക്യാമറ ലെൻസിലേക്കാട്ടോ സൺലൈറ്റ് ഇൻഡയറക്റ്റ് ആണെങ്കിലും അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം കേട്ടോ, ജയനാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MX1 നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. തൊട്ടിപ്പുറത്ത് നമ്മുടെ ടോപ്പ് എൻഡ് AX7L ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ AX7Lന്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിലുള്ളത്. നമ്മൾ മൂവാറ്റുപുഴ ഉള്ളത് വയലാട്ട് മഹീന്ദ്ര ഉണ്ട്. അപ്പോൾ വയലാട്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ അതാ വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. നമ്മളപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് വേരിയൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. AX5 ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ എന്നാൽ AX7Lന്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആട്ടോ ഇത്. ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്കുമാണ് 19 ഇഞ്ച് അലോയ് വരുന്നത്. അതുപോലെ തന്നെ പനോരമിക് സൺറൂഫ്, അങ്ങനെയുള്ള അഡാസ് പോലെയുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അലോയ് വീൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 19 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആട്ടോ വരുന്നത്. അതുപോലെ തന്നെ സിയേറ്റിൻ്റെ ഓൾ ടെറൈൻ ടയറാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിടക്കുന്ന ടയർ JK ടയർ ആയിരുന്നു. ഇത് ഓൾ ടെറൈൻ ആയിട്ടുള്ള സിയേറ്റിൻ്റെ ടയറാണ് എന്തായാലും വരുന്നത്. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ DRL വരുന്നുണ്ട്. അതുപോലെ പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്, LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഗ്രില്ല് നമ്മൾ ആ ഗ്രില്ല് തന്നെ വരുന്നുണ്ട്. ഗ്രില്ലിൻ്റെ സെൻട്രൽ ക്യാമറ ഉണ്ട് കേട്ടോ. 360 ഡിഗ്രി ക്യാമറയുള്ള വാഹനമാണ് AX7L വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ബമ്പറാണ്. പിന്നെ അല്ല നമ്മുടെ MX1 വരുന്ന ബമ്പറിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ഒരു ഫിനിഷിംഗ് ഉള്ള ബമ്പറാണ് വരുന്നത്. 2 കളറിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. LED ഫോഗ് ലാമ്പുകളുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ചുറ്റും ആ ഒരു മാറ്റ് ഫിനിഷുള്ള കവർ തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ അപ്ലിക്ക് ആഡ് ചെയ്തിട്ടാണ് ഒരു ഗ്ലോസി ഫിനിഷുള്ള അപ്ലിക്കാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ടയർ സൈസ് നോക്കാം കേട്ടോ. 255, 60, R19 19 ഇഞ്ച് ടയറുകളാണ് കേട്ടോ വരുന്നത്. ബമ്പർ വരുമ്പോഴത്തേക്കും ഡ്യുവൽ കളറാണ് വരുന്നത്. നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ബ്ലാക്ക് ആണ് ബേസ് വരുമ്പോഴത്തേക്കും. അതിൽ ഈ ടോപ്പ് എൻഡിൽ വരുമ്പോഴത്തേക്കും പക്ഷേ MX3 മുതൽ ഡ്യുവൽ കളറാണ് വരുന്നത്. MX1 മാത്രമാണ് ഫുൾ ബ്ലാക്ക് വരുന്നത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വീല്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഇവിടെ താർ റോക്സിൻ്റെ ബാഡ്ജിങ് കാണാം. പിന്നെ അതാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിററുണ്ട്. മിററിൻ്റെ ഇടയിൽ ക്യാമറ വരുന്നുണ്ട്. എനിക്ക് ഇതിപ്പോൾ ടോപ്പ് എൻഡ് പേരിലേക്ക് വന്നപ്പോഴത്തേക്കും മിററെങ്കിലും ബോഡി കളറുടെ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുക്കാമായിരുന്നു തോന്നുന്നു. അതുപോലെ റിയറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോപ്പിൽ ആ ബ്രേക്ക് ലാമ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഡിഫോഗറിൻ്റെ ലൈൻസ്, അതുപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട്, വാഷറും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്പെയർ വീലിൻ്റെയും അലോയി ആട്ടോ ഇതിലേക്ക് വരുന്നത്. ടോപ്പ് എൻഡ് AX7Lലാണ് വരുന്നത്. ബാക്കി എല്ലാത്തിലും അലോയി ഉള്ളതിലാണെങ്കിൽ 4 അലോയും ഒരു സാധാ സ്റ്റീൽ റിമ്മുമാണ് വരുന്നത്. ഇതിൽ വരുമ്പോഴത്തേക്കും എല്ലാം 5 അലോയി ആയിട്ടാട്ടോ സെറ്റ് വരുന്നത്. അതിൽ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ബമ്പർ ഫ്രണ്ടിലെ പോലെ തന്നെ ഡ്യുവൽ ടോണിലുള്ള ബമ്പറാണ് വരുന്നത്. ഡിഫോഗർ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട്. ഈ രണ്ടും നമുക്ക് സാധനത്തിനില്ല കേട്ടോ MX1. അതിൽ ബാക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊക്കെ സെയിം തന്നെ. ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ലേ AK47 വയ്ക്കണ പോലത്തെ ടൂൾ കിറ്റൊക്കെയാണ് ഇത്. ടൂൾസ് എല്ലാം വയ്ക്കാനുള്ള ഒരു സാധനം കേട്ടോ. ഈ ട്രേ നമുക്ക് വെക്കാൻ പറ്റുമോ അതിൽ MX1? ഇല്ലല്ലോ, ഇതിൻ്റെ സെറ്റപ്പ് അടിയിലത്തെ വേറെ അല്ലേ. മറ്റേത് ഇവിടെ നിന്ന് തുറന്നിട്ട് ഇത് ടോപ്പ് തന്നെ എങ്ങനെയല്ല അല്ലേ, ഇത് തന്നെ വ്യത്യാസം. ഇത് ഇവിടെ നിന്നാണ് ഓപ്പൺ ചെയ്യണത്. ഇതിരിക്കണത് ഇവിടെ, അതുപോലെ ഇവിടെ ഓർമ്മയുണ്ട്. ഇവിടെ എല്ലായിടത്തും നിരത്തി വയ്ക്കാം അല്ലേ. ബാക്കി ഉള്ളിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ പോലെ തന്നെ ഈ ഒരു മാറ്റമൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലെ ഹുക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ് MX1 പോലെ തന്നെയാണ്. പക്ഷേ റൈറ്റ് സൈഡിൽ സ്പീക്കർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ഒരു പ്രൊജക്ഷൻ പോലെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ. അതായത് വൈപ്പറിൻ്റെ മോട്ടർ ഇരിക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ടയർ നമ്മൾ ഡോർ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ വേരിയൻറ്റിലേക്ക് അബദ്ധത്തിൽ ആരെല്ലാം അടച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ആ മോട്ടറിൻ്റെ ഒരു കവറും ആ മോട്ടറും അവിടെ ഉള്ളത് കാരണം അത് വന്ന് ടയറെ തട്ടി നിന്നുള്ളൂ. ഈ ഒരു വൈപ്പറിൻ്റെ മോട്ടറാണ് കേട്ടോ വരുന്നത്.
അപ്പോൾ റിയറിലെ ആ വൈപ്പറിൻ്റെ മോട്ടർ അവിടെയുള്ള നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കവർ ചെയ്താണ് ബോക്സ് വരുന്നത്. അപ്പോൾ അത് ആദ്യം ആരുടെ ഡോർ ക്ലോസ് ചെയ്തിട്ട് അതിന് ശേഷം ഗ്ലാസ് അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് വന്നിട്ട് ടയറെ തട്ടിക്കോളും. അതുപോലെ ബാക്കിലെ സ്പെയർ വീലിൻ്റെ സെൻറ്ററിൽ ക്യാമറ വരുന്നുണ്ട് കേട്ടോ. 360 ക്യാമറയാണ് വരുന്നത്. അത് നമുക്കിതാ നമ്മുടെ മിററിൻ്റെ അടിയിലും കാണാം ക്യാമറയുടെ ആ നോബ് കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റോ തുറന്ന് നോക്കാം. സെക്കൻഡ് റോയിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് വരുന്നത് നോക്കാം. ഈ ഒരു ഹാൻഡിൽ എന്തായാലും വരുന്നത് ഗ്ലോസ് തന്നെ കേട്ടോ. അതെല്ലാ മോഡലും അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് ഡോറിൻ്റെ എല്ലാം മാറ്റും ആ പ്ലാസ്റ്റിക്കാണ് വരുന്നതെങ്കിലും മറ്റേത് റെയറിൽ ബോഡി കളേർഡ് നമ്മുടെ MX1 തൊട്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 പേർക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്, അതുപോലെ 2 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. വൈറ്റ് എന്നുള്ള ആ ഒരു സീറ്റ് മാറ്റി കേട്ടോ. രണ്ടും സെൻറ്ററിലെ ഫിക്സ്ഡ് ആണ്, അഡ്ജസ്റ്റബിൾ അല്ല. ഇത് വരുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ 60-40 സ്പ്ലിറ്റ് ആയിട്ട് വരുന്ന സീറ്റുകൾ. മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പനോരമിക് സൺറൂഫ് കാണാം കേട്ടോ. അവിടെ ആ സ്പീക്കർ കാണാം. 9 സ്പീക്കറിൻ്റെ ഹർമൻ കാർഡൻ്റെ സിസ്റ്റമാണ് കേട്ടോ മ്യൂസിക് സിസ്റ്റം വരുന്നത്. പിന്നെ റയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ആംറസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പണബിളാണ്. ഫസ്റ്റ് വണ്ടി കാരണം പോരുന്നില്ല കേട്ടോ. ഇത് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. സീറ്റൊക്കെ നല്ല ഫിനിഷിങ് കേട്ടോ. മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഫിക്സ്ഡ് ആണ്, പൊങ്ങത്തില്ല. ഈ 2 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പനോരമിക് സൺറൂഫ്, അതുപോലെ റൂഫ് ഇൻറ്റീരിയർ ആ ഒരു വൈറ്റിൻ്റെ ഷെയ്ഡ് മാറ്റി കേട്ടോ. ഇപ്പോൾ വരുന്ന ഒരു ഐവറി ഷെയ്ഡ് എന്ന് വേണേൽ പറയാം. നമ്മൾ ഫ്ലോർ ടൈലിലേക്ക് കളർ വരുന്ന ഒരു ഐവറി ഷെയ്ഡാണ് ഡോർ പാനലിലും വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഡോർ പാനലാണെങ്കിലും ആ ഒരു ഐവറി ഷെയ്ഡ് അതുപോലെ ബ്ലാക്കിൻ്റെ ഒരു മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷോട് വരുന്നത്. അതിൽ വൈറ്റ് കളർ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്, ലെതർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അതുപോലെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഗ്ലോസി ഫിനിഷ്, അതായത് പിയാനോ ബ്ലാക്കിൻ്റെ ഇൻസോർട്സോട് കൂടിയ ഒരു ഫിനിഷിംഗ് ആട്ടോ വരുന്നത്. പിന്നീട് ആ ഡോറിൻ്റെ ഹാൻഡിലൊക്കെ ക്രോംഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹാൻഡിൽ പിടിച്ച് നമുക്ക് വലിച്ചടയ്ക്കാനുള്ള ഒരു ഹാൻഡിൽ എന്ന് പറഞ്ഞ ഒരു ബ്രൗൺസ് അല്ല എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ സ്പീക്കർ വരുന്നുണ്ട്, ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, ചെറിയ ബോട്ടിൽ വെക്കായിരിക്കും, അല്ലെങ്കിൽ അംബ്രല്ല ഹോൾഡർ എന്ന് പറയാം. പിന്നെ ഉള്ളിലാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ നേരത്തെ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് റോയിലെ പാസഞ്ചറിനെ പിടിച്ചിരിക്കാനുള്ള ആ ഒരു ഹാൻഡിലുണ്ട്. അതുപോലെ തന്നെ റൂഫിൽ ലാമ്പുകൾ വരുന്നുണ്ട് കേട്ടോ, റൂഫ് റീഡിങ് ലാമ്പുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോട്ട് ഹുക്ക് അതിൽ വരുന്നുണ്ട്. ആ ഹാൻഡിലിൻ്റെ അടുത്ത് തന്നെയായിട്ട് കോട്ട് ഹുക്ക് 2 സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാസഞ്ചർ സൈഡിൽ നിന്നുള്ളത് നോക്കാം കേട്ടോ. കീലെസ് എൻട്രി വരുന്നുണ്ട് കേട്ടോ ഈ വേരിയൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഡോർ ഹാൻഡിൽ ഒരു മാറ്റ് ബ്ലാക്കിൽ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡോർ പാനൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഹാൻഡിലിൽ ഹർമൻ കാർഡൻ്റെ ആ ഒരു ട്യൂട്ടർ ഉണ്ട്, അതുപോലെ താഴെ സ്പീക്കറുണ്ട്. നമുക്ക് വരുമ്പോഴത്തേക്ക് ആ സ്പീക്കറിൻ്റെ സ്ഥലത്ത് ബോട്ടിൽ ഹോൾഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഈ ഒരു മാറ്റ് ബ്ലാക്കും ഐവറിയും കൂടെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലെതർ ഫിനിഷ് നല്ല സോഫ്റ്റ് ടച്ചുള്ള ഒരു ഫിനിഷിലാട്ടോ വന്നിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക്, അതുപോലെ തന്നെ ആ വൈറ്റ് സ്റ്റിച്ചിങ് സെയിം നമ്മൾ സെക്കൻഡ് റോയിൽ കണ്ട ആ ഒരു സെയിം ഫിനിഷ് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഇൻസേർട്ടോട് കൂടി ആ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ഒരു ഇൻസേർട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹാൻഡിലിൽ. അതുപോലെ തന്നെ ആ ഒരു ഗ്രേ കളറിലുള്ള ഹാൻഡിൽ വരുന്നു, അതിലാണ് ആ ട്യൂട്ടർ വന്നിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സാധനം ബേസ് വേരിയൻ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. ഹാൻഡിലെങ്കിലും ട്യൂട്ടറും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റോറേജ് സ്പേസ് നമ്മുടെ സെയിം ആണ് വരുന്നത്, വലിപ്പം. അതുപോലെ താഴെ AC-യുടെ വെൻറ്റ് കാണാൻ പറ്റും നമുക്ക്. കാലിലേക്കുള്ള എയർ ഫ്ലോയുടെ വെൻറ്റ് ആ സൈഡിൽ വരുന്നുണ്ട്. സെൻട്രൽ കൺസോൾ, അതുപോലെ തന്നെ സീറ്റ്സ് വരുന്ന 2ഉം ഡ്രൈവറും കോ ഡ്രൈവറും അല്ലെങ്കിൽ കോ പാസഞ്ചറായിട്ട് വരുന്ന ആ ഒരു സീറ്റ് 2ഉം വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ആ സെൻറ്ററിലൊരു കാറിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ഉള്ള കാരണം ക്ലിയർ ആയിട്ട് കാണുന്നില്ല കേട്ടോ, പ്ലാസ്റ്റിക് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ലാത്ത കാരണം. ഇതാണ് കേട്ടോ സെൻട്രൽ കൺസോൾ സിസ്റ്റം വരുന്നു. സിസ്റ്റം ഓണാക്കി പിന്നെ നോക്കാവേ. AC വെൻറ്റുകൾ നമ്മുടെ അതേ സിസ്റ്റം തന്നെ. ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ. മോഡ് സെലക്ടർ ഉണ്ട്, ഇവിടെ ഓട്ടോ കൺട്രോൾ ഉണ്ട്. ഇത് മാറ്റാനുള്ളത് മാക്സിമം AC ഉണ്ട്, ഓഫ് ഉണ്ട്. അതായത് ഓട്ടോ AC ആണ് വരുന്നത് കേട്ടോ. ഇത് ഫാനുണ്ട്, AC ഉണ്ട്. ഡുവലില്ല. നമ്മൾ സ്കോർപ്പിയോയിൽ കണ്ട പോലെ ഡുവലൊന്നുമില്ല. ഇത് ഫാനിൻ്റെ സ്പീഡാണ്, ഇത് AC-യുടെ ആണ്. നമുക്ക് സാധാരണ ഇവിടെ AC-യും തിരിച്ചാണ്. AC-യുടെ ടെമ്പറേച്ചർ ഇവിടെയും ഇവിടെ നമ്മുടെ ഒരു 1 2 3 റെഗുലേറ്ററും ആണ് വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഡീഫോഗറിൻ്റെ കൺട്രോൾസ്, അത് മാക്സിമം AC-യുടെ ഉള്ളത്, അതുപോലെ ഇത് ഓഫ് ആക്കാനുള്ളത്. ഇത് മോഡ് സെലക്ടർ, ഓട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നു. ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വെൻറ്റിലേറ്ററിൻ്റെ സ്വിച്ചാണിത്, വെൻറ്റിലേറ്റർ സീറ്റ്സിൻ്റെ സ്വിച്ചാണ് ഇത്. പിന്നെ എയർ ബാഗിൻ്റെ നമ്മുടെ ഇതിലുള്ള തന്നെ 2 ഇതും തന്നെ. ഇത് ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സെൻട്രൽ സ്വിച്ചിൽ വരുന്നത്. ഇത് 2 വെൻറ്റിലേറ്റർ സീറ്റ്സിൻ്റെ സ്വിച്ചുകളാണ്. ഇത് പറഞ്ഞാൽ ഡമ്മിയാണ്, ഒന്നുമില്ല കേട്ടോ അതിൽ. പിന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ ഒരു പാനൽ എനിക്ക് കയറ്റിയാൽ കൊള്ളുന്നുണ്ട്. കാരണം ഇവിടെ USB ഉണ്ട്, 65 വാട്ടിൻ്റെ ഈ ഒരു ടൈപ്പ് ചാർജിങ് പോയിൻ്റും ഉണ്ട്. ഇവിടെ നോർമൽ USB പോർട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു പാനൽ മാറ്റി നമ്മുടെ ഇതിൽ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് നോക്കണം. അടുത്ത സർവീസ് പോകുമ്പോൾ വേണം നോക്കാനായിട്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. അതിലവിടെ ഒരു നോട്ടിഫിക്കേഷൻ എഴുതിയിട്ടുണ്ട്, നോ കോയിൻ നോ സ്മാർട്ട് കീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കോയിൻസ് വെക്കരുത്, സ്മാർട്ട് കീസും അവിടെ വെക്കരുത്. ഇത്
വയർലെസ് ചാർജിങ് പോയിൻ്റ് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു പോക്കറ്റുണ്ട്. ഓട്ടോമാറ്റിക് ഗിയർ നോബ്, അതായത് AX7Lൻ്റെ റിയർ വീൽ ഡ്രൈവ് ആണ് കേട്ടോ ഇത്. മറ്റേ നമ്മുടെ കമൻറ്റിൽ ഒരാൾ റയർന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് റയർന്നാണ് വായി വരുന്നത്. അപ്പോൾ പുള്ളി 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റയർ അല്ലടാ, റിയറാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് റിയർ വീൽ ഡ്രൈവ് ആണ് ഈ വരുന്നത്, 4 വീൽ ഡ്രൈവ് അല്ല കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഓട്ടോ ഹോൾഡ്, പാർക്കിംഗ്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ കീ ഇവിടെ ഉണ്ട്. കീ നമ്മുടെ കീ തന്നെ സെയിം ആട്ടോ. ടോപ്പൻ്റെ ആണെങ്കിലും ബേസ് വേരിയൻ്റ് ആണെങ്കിലും കീ എല്ലാം സെയിം തന്നെ. കീ നമുക്ക് തൽക്കാലം അവിടെ വയ്ക്കാം. ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ പാർക്ക്, ഓട്ടോ ഹോൾഡ്, അങ്ങനെയുള്ള സ്വിച്ചസ് ഒക്കെ വരുന്നു. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് സാധാരണ നമ്മുടെ കയ്യിൽ ഇവിടെയാണല്ലോ. ഇതൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ആംബ്രസ്റ്റിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് വരുന്നു. സ്ലൈഡ് ചെയ്യാവുന്ന ആംബ്രസ്റ്റ്, വൈറ്റ് കളർ അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്നത്. വൈറ്റൊക്കെ ഇപ്പോൾ മാറി കേട്ടോ. ഇത് വെന്റിലേറ്റർ സീറ്റ്സ് ആണ് വരുന്നത്. ഇതാണ് കേട്ടോ സ്റ്റിയറിംഗ് വീൽ വരുന്നത്. ഞാനിപ്പോൾ ആ ഡ്രൈവർ സൈഡിലേക്ക് ഇരിക്കുക, എന്നിട്ട് ആ സൈഡിലേക്ക് നോക്കാം. അതുപോലെ ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട് പാസഞ്ചറിനുള്ള. അതുപോലെ ഇത് കയറാനുള്ള എൻട്രി സപ്പോർട്ട് ഹാൻഡിലാണ് അവർ പറയുന്നത്. ഈ ഒരു ഹാൻഡിലിന് പറയുന്നത്, ഈ പറയുന്ന ഹാൻഡിൽ എൻട്രി സപ്പോർട്ടാണ്. അതുപോലെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വൈസർ വരുന്നുണ്ട്. അതിൽ ഒരു മിറർ വരുന്നുണ്ട്. മിററിൻ്റെ മേളിൽ ഇതുണ്ടോ ലൈറ്റും വരുന്നുണ്ട് കേട്ടോ. രാത്രിയിലാണെങ്കിലും നമുക്ക് ഫേസ് കാണാൻ പറ്റുന്ന ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ IRVM കാണാം. നമ്മളെ കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് ഓട്ടോ ആയിട്ടുള്ള IRVM ആണ് വരുന്നത് കേട്ടോ. നമ്മളൊരു താഴെ ഒരു അവിടെ ഒരു സാധനം വരുമല്ലോ. പിന്നെ ഇത് അഡാസിൻ്റെ നമ്മുടെ സാധനം. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് സാധനം പനോറമിക് സൺറൂഫിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ. ഇവിടെ 2 ഹെഡ് ലാമ്പ്സിൻ്റെ 2 ലൈറ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിച്ചു തുറക്കണമെങ്കിൽ ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആട്ടോ അതിന് വരുന്നത്. സ്പേസ് ഒക്കെ സെയിം തന്നെ, പക്ഷേ ഇങ്ങനെ ഒരു സാധനമുണ്ട്. പ്രസ് ചെയ്താൽ മതി, തുറന്നു വരും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും വയ്ക്കാൻ മതി. ആ ഡ്രൈവർ സൈഡിൽ ഡോറിലേക്ക് വരുമ്പോൾ ഡോർ പാനലിൽ നോക്കുക, പവർ വിൻഡോ കാണാം, മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാം വരുന്നു. ഹാൻഡിൽ ഒരു ക്രോം കളക്ടറാണ്. അതുപോലെ ഹാർമൻ കാർഡൻ്റെ ട്യൂട്ടർ വരുന്നു. ലെതർ ഫിനിഷാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്, ഡോർ പാഡൊക്കെ വരുന്നത്. അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. അതുപോലെ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്കവിടെ ആ കാലൊക്കെ ഈസി ആയിട്ട് വെച്ചിരിക്കാം. അവിടെ ഒരു ഡമ്മി പെഡൽ പോലെ ഒരു സ്പേസ് വരുന്നുണ്ട്, നമുക്ക് അതിൽ വെച്ചിരിക്കാം കേട്ടോ. പിന്നെ ഈ സ്വിച്ചസ് എല്ലാം നമ്മുടെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഡോറിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ അല്ലെങ്കിൽ പിടിക്കാനുള്ള ഒരു പിടിയാണ് കേട്ടോ. ഇത് നമുക്ക് മറ്റടുത്ത് ഇവിടെ ഒരു സ്പേസ് ആണല്ലോ, അവിടെ പിടിച്ചിട്ട് വേണം അടയ്ക്കാൻ. ഇതാകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അടയ്ക്കുകയും ചെയ്യാം. അത് ലുക്കാണ്. പിന്നെ കൈ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാം. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പുഷ് ബട്ടൺ സാധാരണ പോലെ തന്നെ ഇവിടെ നമുക്ക് ആ സൈഡിലായിട്ടാണ് വരുന്നത്. വണ്ടി സ്റ്റാർട്ടായതാ. അപ്പോൾ എന്നാലും ഇത് സിപ്പ് മോഡിലാട്ടോ ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത മോഡ് നോക്കാം. സിപ്പ് മോഡിലാണ് കിടക്കണേ. സൂം മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മോഡൽ നോക്കാം കേട്ടോ. മട്ടറൈനിലേക്കുള്ളത് മാറിയിട്ടുണ്ട്, സാൻഡിലേക്കുള്ള മാറിയിട്ടുണ്ട്, സിപ്പ് മോഡിലേക്ക് വന്നു. അപ്പോൾ ഇത്ര മോഡുകളാണ് കേട്ടോ ഉള്ളത്. സിപ്പ്, സൂം, സാൻഡ്, മഡ്, അങ്ങനെ കുറച്ച് ടെറൈനുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് സിസ്റ്റം നോക്കാം. ഡ്രൈവ് മോഡ്സ് ഇവിടെ സിസ്റ്റത്തിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ സിപ്പ്, സൂം, സ്നോ, മഡ് കിടക്കണോ. സിപ്പ് ഉണ്ട്, സൂം ഉണ്ട്, സ്നോ ഉണ്ട്, മഡ് ഉണ്ട്, സാൻഡ് ഉണ്ട്. നമുക്ക് സിപ്പ് മോഡിലാണ് നോർമൽ ഓടിക്കുന്നത്. സൂമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൂ എന്ന് പറഞ്ഞൊരു പോക്കായിരിക്കും. സ്നോ മോഡ് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ മലയത്തിലേക്ക് ആരെങ്കിലും പോകണേ ആവശ്യം ഉണ്ടാവും. മഡ് നമുക്ക് എന്തായാലും ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ മൂവാറ്റുപുഴത്താണെങ്കിലും റോഡിൽ മൊത്തം ചെളിയാണ്. സാൻഡും തൽക്കാലം ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഈ സിപ്പും മഡ് റോഡുമാണ് നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മൂവാറ്റുപുഴ ഷോറൂമിലേക്കാണ് ഉള്ളതാണ്. ഓരോ ടൗണിൽ കൂടെ പോകണവർക്ക് വേണ്ടെങ്കിൽ ഈ മഡ് മോഡ് ഇടാം കേട്ടോ. മൊത്തം ചെളി ആ റോഡിന് മുഴുവൻ. നോർമൽ ഇത് കിടക്കും. നമുക്ക് AC തൽക്കാലം ഒന്ന് കുറച്ച് വയ്ക്കാം അല്ലേ. AC ഫുള്ളാണ് നടക്കുന്നത്. അല്ല, ACയുടെ സിമ്പിളുണ്ട്. നമ്മൾ ഈ ഒരു ഫാന് മാറ്റുമ്പോഴത്തേക്ക് ഇവിടെ അതിൻ്റെയും വരുന്നുണ്ട് കേട്ടോ, ഓട്ടോമാറ്റിക്കായിട്ട്. ഒന്നുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു 2-ലേക്ക് ഇട്ടാൽ ഞാൻ വലിയ AC ഉപയോഗിക്കാത്ത ആളല്ല. അതിൽ AC ടെമ്പറേച്ചർ നമുക്ക്
ടെമ്പറേച്ചർ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. 20 ഡിഗ്രി, 19 ഡിഗ്രി, 22 ഡിഗ്രി. അത് AC ഓൺ ഓഫ് സെൻട്രൽ സ്വിച്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ മോഡുകൾ ഇത് ഡിഫോഗറിൻ്റെ ഒക്കെ ലൈൻ നിങ്ങൾക്ക് അറിയാമല്ലോ. മാക്സിമം AC ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളിലേക്ക് അടിച്ചു വരും കേട്ടോ. അത് ഓഫാക്കി കഴിഞ്ഞാൽ അതിലേക്ക് പോകും. ഇത് AC ഓഫാക്കാനുള്ളതാണ്. വീണ്ടും ഇവിടെ AC ഓൺ ആക്കാം. ഈ മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ സെലക്ട് ചെയ്യാനുള്ള ഇത് ഏതിലേക്കാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ലെഗിൽ മാത്രമായി. ഇതിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഉണ്ടോ ഇപ്പോൾ ലെഗും ഫേസിലേക്ക് കൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടിട്ട് ആ ടൈപ്പിലാണ്. അപ്പോൾ ആ മോഡെല്ലാം സെലക്ട് ചെയ്യാനുള്ളതാണ് ഈ ഒരു മോഡ് സ്വിച്ച്. ഇത് ഓട്ടോ AC ക്കുള്ളത്. ഇത് നമുക്ക് നമ്മുടെ എയർ സർക്കുലേഷൻ്റെ മാറ്റാനുള്ളത്. ഇത് മാക്സിമം ACയുടെ. ഇത് ബാക്കി ഞാൻ പറഞ്ഞല്ലോ വെന്റിലേറ്റർ സീറ്റ്സിൻ്റെ ആണ് 2 സ്വിച്ചുകൾ. അങ്ങനെയുള്ള 2 അവിടെ ഇവിടെയുള്ളത് 2 വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചുകളാണ്. ഇത് 2 പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ആക്കാണ്. ഇത് ഹസാർഡ്. ഇത് ഡ്രൈവ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള നോക്കിയല്ലോ. അത്ര സാധനങ്ങൾ. ഇത് പിന്നെ നേരത്തെ നമ്മൾ കണ്ടു. ഇവിടെ 2 ചാർജിങ് പോയിന്റുകൾ. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് വയർലെസ് ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ നോക്കിയല്ലോ. AC വെൻ്റ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം കോമൺ ആണ്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വോളിയം ബട്ടണും അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള ഫോണിൻ്റെ കാര്യങ്ങൾ, SRC എയർ ബാഗ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ക്രൂസിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അതേ ആ വൈപ്പറിൻ്റെ ഇതും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഹെഡ് ലൈനിൻ്റെ ഇതിന് ഫോഗ് ലാമ്പ് വരുന്നുണ്ട് കേട്ടോ. ഇത് ഫോഗ് ലാമ്പിൻ്റെയാണ്, ഇത് ഹെഡ് ലാമ്പിൻ്റെയാണ്. അത് ഓട്ടോ ഹെഡ് ലാമ്പൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലെ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മെനുവിൻ്റെ ബട്ടൺ കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതാ ഡ്രൈവ് ഇൻഫോ, ഫ്യൂൽ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ, അതുപോലെ തന്നെ ഡ്രൈവർ അസിസ്റ്റ്, ഡിസ്പ്ലേ ലേഔട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് വരുന്നത്. അത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള ബട്ടൺ, ഇത് എൻ്റർ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പിലേക്ക്, ഇത് ടോഗിൾ സ്വിച്ചാണ് വരുന്നത്. അങ്ങോട്ട് ആക്കി കഴിഞ്ഞാൽ ടോപ്പിലേക്കുള്ള ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ, അങ്ങനെ ഒരു ടോഗിൾ സ്വിച്ചാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ലോഗോ മാരുതി അല്ലാതെ മഹീന്ദ്രയുടെ. സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി സിസ്റ്റത്തിൻ്റെ മോഡിലേക്ക് കയറാം. അല്ലേ, 360 ക്യാമറ ഉണ്ട് കേട്ടോ. 360 ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റേഡിയോ സ്വിച്ചാണ്. ഇത് കോളിൻ്റെ, മ്യൂസിക്കിൻ്റെ, ഹോം ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുവരെ നോക്കാം. ഹോം ബട്ടണിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് സിസ്റ്റം വരുന്നത്. ഇത് ഭയങ്കര ഒരു സ്മൂത്ത് ആയിട്ടുള്ള സിസ്റ്റം കേട്ടോ. ഓഡിയോ സെറ്റിങ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അഡ്വഞ്ചർ, സ്റ്റാറ്റിക്സ്, നാവിഗേഷൻ, ആപ്ലിക്കേഷൻസ്. നാവിഗേഷനാണ്, ഇതിലേക്ക് പോയാൽ മതി. മേപ്പിൾസിൻ്റെ ആണ്. നമുക്കിത് അവിടെ നിന്ന് നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. നമുക്ക് മേപ്പിൾസിൻ്റെ ഡാഷ് ക്യാമറയും അവൈലബിൾ ആണ്, അതായത് നമ്മുടെ ഷോറൂമിൽ. ഇത് അഡ്വഞ്ചർ, സ്റ്റാറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം അതിലുള്ളതല്ലേ. ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിതാ പവർ, ടെമ്പറേച്ചർ, ടോർക്ക്. ഇതിൻ്റെ ഓൺ റോഡാണ്, ഇത് ഓഫ് റോഡാണ്. ഇത് കോമ്പസ് അൾട്ടിമീറ്റർ വരുന്നു. ഓഫ് റോഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വീലിൻ്റെ ടയർ ഡയറക്ഷൻ ഇവിടെ കാണിക്കും, കോമ്പസ് ഇവിടെ കാണിക്കും. ലാപ്പ് ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട്, റീസെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കസ്റ്റം പോയി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൺ റോഡിൻ്റെ പരിപാടികളൊക്കെയാണ് വരുന്നുള്ളൂ. ടാക്കോമീറ്ററും അതായത് കോമ്പസ് അൾട്ടിമീറ്ററും. ഓഫ് റോഡിലേക്ക് വരുമ്പോഴത്തേക്കും ടയർ ഡയറക്ഷൻ നമുക്ക് ഇവിടെ കിട്ടാനായിട്ട്, കാരണം എങ്ങോട്ടാണ് കുത്തി കയറുന്നത് നമുക്ക് അകത്തിരുന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഓൺ റോഡ് സെറ്റിങ്സ്. ഇത് നമുക്കിവിടെ ACയുടെ കാര്യങ്ങൾ, പവർ, ടോർക്ക്, എൻജിൻ പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. ഞാൻ ഹോമിലേക്ക് പോവാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഓഡിയോ സെറ്റിങ്സ്, ഫോൺ സെറ്റിങ്സ്. ഓഡിയോ സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സൗണ്ട് ഫീൽഡ് പൊസിഷൻ, സൗണ്ട് എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓഡിയോ സെറ്റിങ്സ്, ഈക്വലൈസർ, ക്ലാരിഫൈ, VNC, വോളിയം സെറ്റിങ്സ്, ഡിഫോൾട്ട് സൗണ്ട് സെറ്റിങ്സ്, അങ്ങനെ കുറേ ഏറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള, ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ചാണ് കേട്ടോ ഇതിൻ്റെ. ആപ്ലിക്കേഷൻസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതൊക്കെ ഈ ആപ്പുകളിലേക്കായിരിക്കും വരാൻ പോകുന്നത്. ഗാന ഒക്കെ ഇൻബിൽറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അലക്സ ഉണ്ട്, ക്ലൈമറ്റ് കൺട്രോൾ, കണക്റ്റഡ് ആപ്സ് അതിനകത്ത് കാണാൻ പറ്റും, ഡൗൺലോഡ് മാനേജർ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കാര്യമില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. റേഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അവിടെയുണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതാ സെറ്റിങ്സിലേക്ക് പോകും. ടച്ച് സൗണ്ട്, ക്ലോക്ക്, അങ്ങനെ കുറേയേറെ ഡേറ്റ, ജനറൽ ഡിസ്പ്ലേ, ഓഡിയോ, ഫോൺ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റർ നമ്മൾ റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് പറഞ്ഞല്ലേ, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇതാണ് നമ്മൾ റൈറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ വണ്ടിയുടെ റൈറ്റ് സൈഡ് കാണിക്കും. നമ്മുടെ MX-1 ചേട്ടായി അവിടെ കിടപ്പുണ്ട്, ചേട്ടായി ഇവിടെ കാണിക്കുന്നുണ്ട്.
അല്ലേ? ഇനി നമുക്ക് ലെഫ്റ്റ് ഇട്ട് നോക്കാം. ലെഫ്റ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഇതാ ഒന്നുമില്ല, അവിടെ പാലം മാത്രമേ ഉള്ളൂ. ആ പാലം കാണിക്കുന്നു. അത് ഇവിടെ കാണിക്കുന്നതിന് പകരം കാരണം ഈ സാധനം നോക്കിക്കൊണ്ട് ആരും ഇരിക്കില്ലല്ലോ. മുകളിൽ കുറച്ചുകൂടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് എന്തായാലും അവിടെ നിൽക്കട്ടെ. അത് ഇനി മഹീന്ദ്രയുടെ കയ്യിലാണല്ലോ. ഇത് വൈപ്പറിൻ്റെ സെറ്റിങ്സ് ആണ് കേട്ടോ. മിസ്റ്റ്, ഓട്ടോ, ലോ, ഹൈ, ഓഫ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഇവിടെയുണ്ട്. ഇവിടെ ലൈറ്റ് ഓട്ടോയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഫോഗ് ലാമ്പാണ് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓട്ടോമാറ്റിക് AX7L റിയർ വീൽ ഡ്രൈവിൻ്റെ വിശേഷങ്ങളാട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ ചാനലിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നവർ അതുപോലെ തന്നെ ചാനലിൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാരണം മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മൾ വ്യൂസ് ഒന്നും കയറുന്നില്ല കേട്ടോ. ഇപ്പോൾ ആൾക്കാർ കാണുന്നവർ വെറുതെ കണ്ടിട്ട് പോകുന്നുള്ളൂ. ഒന്ന് ലൈക്കെങ്കിലും അടിക്കുക, ഒരു കമൻറ്റെങ്കിലും ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ റീച്ചിലേക്ക് കൂടെ ഒന്ന് എത്തിച്ച് ചാനൽ. ഞാൻ വലിയ യൂട്യൂബറൊന്നും അല്ല, നിങ്ങൾക്കറിയാലോ. ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നൊരു പായ യൂട്യൂബർ തൊടുപുഴയിൽ നിന്നുള്ള. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ചെറുതായിട്ട് ഈ ചാനലൊന്ന് വീഡിയോ ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ല ചാനലിൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ഇടുന്നവർക്കൊക്കെ നമ്മൾ മിക്കവരും ആവശ്യമുള്ളവർ മാത്രമാണ് കമൻറ്റ് ഇടാറ്. അവർക്കൊക്കെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്, നമ്പർ കൊടുക്കാറുണ്ട്, ബുക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാനും അസിസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഈ യൂട്യൂബർമാരെ വിളിച്ചിട്ട് ചെല്ലുന്ന പോലെയുള്ള ഫണ്ടൊന്നും കിട്ടുന്ന ആളോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ വണ്ടി ഭ്രാന്ത് കൊണ്ട് നടക്കുന്ന ഒരാളായത് കാരണം വണ്ടിയുടെ വീഡിയോസ് എടുത്തിരുന്നു. ഒരു യൂട്യൂബർ ആവണമെന്ന് നമുക്കും താല്പര്യമുണ്ട്. അപ്പോൾ ചെയ്യേണ്ടവരും ചെയ്യാൻ നിങ്ങളൊന്ന് ചാനൽ വീഡിയോ കാണുന്നവർ ആരാണില്ല ഇതൊന്ന് ലൈക്ക് കൂടി ചെയ്തിട്ട് പോട്ടോ. പനോരമിക് സൺറൂഫ് കാണാത്തവർ കണ്ടോളൂ. പോന്നു. ഞാനും ആദ്യമായിട്ട് അവിടെ കണ്ടത്, ഉള്ള കാര്യം പറയാം. അത് ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ കേട്ടോ. ഇത് സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണാണ്, ഇത് സൺറൂഫ് ക്ലോസ് ചെയ്യാനുള്ള ബട്ടണാണ്. അതുപോലെ തന്നെ ഇനിയുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. 2 ബട്ടൺ കൂടെ ഉണ്ട്. ഈ 2 ബട്ടൺ എന്തിനാണുള്ളതെന്ന് നോക്കാം. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. ഓപ്പണായി വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് പനോരമിക് സൺറൂഫ് ഞാനും ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നോക്കാം, കൊള്ളാം. അവിടെ വരെ പോയി. ഈ 2 സ്വിച്ചസ് ലൈറ്റിൻ്റെ ആണ് കേട്ടോ. ഇത് രണ്ടും ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനുള്ളൂ. സൺറൂഫ് ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അത് തിരിച്ച് ഇങ്ങോട്ട് താഴേക്ക് ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ക്ലോസ് ആവും. ലോക്കായി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഫ്യൂൽ ഇടേണ്ട, നമ്മൾ അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഓട്ടോ ഓഫ് ഓൺ ആവാനുള്ള കേട്ടോ. അതുപോലെ ഇത് ട്രാക്ഷൻ്റെതും ഹിൽ ഡീസൻറ്റ് കൺട്രോൾ. ഇത് നമുക്ക് ലൈറ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ താഴത്തേക്കുള്ള ലൈറ്റാണ്, അവിടെ ലൈറ്റ് കളിയും. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ആക്കാനുള്ള കേട്ടോ. ഇതിപ്പോൾ ഓണാണ്, ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓഫായി കിടന്നോളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ താർ റോക്സിൻ്റെ AX7L ഡീസൽ ഓട്ടോമാറ്റിക് 2 വീൽ ഡ്രൈവിൻ്റെ, അതായത് 2 വീൽ ഡ്രൈവിലെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ് കേട്ടോ വരുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിൽ വരുന്നത്, ഇത്രയും ഫീച്ചേഴ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വേണ്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബുക്കിങ്ങിനും എൻക്വയറിക്കൊക്കെ ആയിട്ടുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. മൂവാറ്റുപുഴ വയനാട്ടിലെ നമ്പറാണുള്ളത്. ആകാശ് സോമൻ എന്ന് പറഞ്ഞ പയ്യൻ്റെ നമ്പറാണ്. ആവശ്യമുള്ളവർക്ക് വിളിക്കാം. അവർ അത് തന്നെ 27.83 ലക്ഷം എന്ന് പറയുന്നതിൽ നിന്നും കുറവുണ്ടാകും കേട്ടോ. അത് ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡഡ് വാറണ്ടിയും അതായത് ഇൻഷുറൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഓൺ റോഡ് പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഈ ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഇൻഷുറൻസിലൊക്കെ കുറച്ച് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും അവരെ വിളിച്ചാൽ മതി, അവർ ഡീറ്റെയിൽസ് എല്ലാം തരുന്നതായിരിക്കും കേട്ടോ.